ഈ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത്? എടോ 5 കൊല്ലം ഞാൻ ഇവിടെ ഇരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. നമ്മളെ പറവണ്ണ സ്റ്റോർ സലാംക്ക മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ആ സലാംഖാനോട് ചോദിച്ചു നോക്ക്, ഈ 6 കൊല്ലത്തിനിടക്ക് ഒരു സർവത്ത് കുടിച്ചിട്ട് ഞാൻ പൈസ കൊടുക്കാതെ പോയിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്കടോ. ഈ നാട്ടിലെ ഈ തിരൂരിലെ ഓരോ കച്ചവടക്കാരനോടും ചോദിക്കടോ, ഓല പറ്റിച്ചിട്ടുണ്ടോ, ഓല വഞ്ചിച്ചിട്ടുണ്ടോ? മുളയിൽ അറിയാം മുളക്കരുത്തുന്ന. ഒരാള് കക്കണോനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അറിയാം ഓൻ കക്കോ ഇല്ല എന്നുള്ളത്. ഒരു ലീഗേറിന് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ ഞാൻ 10 പൈസ വാങ്ങി. എനിക്ക് അതിലാണ് അഭിമാനം. പിന്നെ എന്താ പറഞ്ഞത്? ഞങ്ങൾ രാജിവെപ്പിച്ചില്ലേ? എടങ്ങൾ എങ്ങനെ രാജിവെപ്പിച്ചത്? നിങ്ങൾ എന്റെ പേരിൽ ഞാൻ എന്റെ ബന്ധുവിനെ നിയമിച്ചു. ആ കമ്പനി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യനും വരാത്ത സാഹചര്യത്തിൽ ഒരാളെ ഒരു കൊല്ലത്തേക്ക് ഡെപ്യൂട്ടേഷൻ നിയമിച്ചു. എന്നിട്ട് ലോകായുക്ത സിറിയക് ജോസഫിനെ നിങ്ങൾ വിലക്കെടുത്തു. വിലക്കെടുത്ത് നിങ്ങൾ എനിക്കെതിരായി വിധി ഉണ്ടാക്കിച്ചു. സാധാരണ ഒരാൾക്കെതിരെ വിധി പറയുമ്പോ അയാൾക്കൊരു നോട്ടീസ് കൊടുക്കണ്ടേ? അയാളോടൊന്ന് ചോദിക്കണ്ടോ, നിങ്ങൾക്ക് എതിരായി ഇങ്ങനെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത് എന്ന് എന്നോട് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാതെ, എനിക്കൊരു നോട്ടീസ് അയക്കാതെ എനിക്കെതിരായി വിധി ലോകായുക്ത എന്ന് പറയുന്ന സിറിയക് ജോസഫ് എന്ന ജഡ്ജിയെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതിന്റെ പിന്നിൽ നിങ്ങളും സിറിയക് ജോസഫും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പറയാം. എന്താണ് ആ ബന്ധം എന്നറിയോ? ജനുവരി 25-ാം തീയതി 2005 കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിച്ചവരിൽ ഒരാൾ ലോകായുക്ത സിറിയക് ജോസഫാണ്. എന്തായിരുന്നു വിധി? 4 ആളുകൾ കൊല ചെയ്യപ്പെട്ട കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു വിധി. 2 പെൺകുട്ടികൾ കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ആ പെൺകുട്ടികൾ ഇറങ്ങി ഓടി എന്ന് പറയപ്പെടുന്ന ബിൽഡിംഗിന്റെ 2 വാച്ച്മാൻമാർ ദുരൂഹ സാഹചര്യത്തിൽ 1 മാസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി വലിയ ആക്ഷേപവും ആരോപണവും ഉയർന്നു. ഈ കേസ് ഹൈക്കോടതിയിലെത്തി. ആ ഹൈക്കോടതിയിൽ 2004 എത്തിയ കേസ് ജനുവരി 25, 2005 കോടതി വിധി പറഞ്ഞു. വിധി പറഞ്ഞവരിൽ ഒരാൾ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ലോകായുക്തയാണ്. ആ വിധി ഇങ്ങനെയാണ്: These 3 writ petitions have been filed as pro bono publico seeking action against Mr. P.K. Kunyalikutti, who was a cabinet minister in the present government. ആ വിധിയുടെ രത്നചുരുക്കം വിധിയുടെ ആരംഭത്തിൽ പറയുകയാണ്. 3 പേര് അന്നത്തെ കാബിനറ്റ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി പൊതു താൽപര്യ ഹർജി എന്നുള്ള നിലയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് ഈ വിധി പറയുന്നത്. എന്നിട്ട് അവസാനം in view of what is stated above, we dismiss writ petitions. ഈ വിധിയുടെ അവസാനത്തെ വാക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള എല്ലാ ചാർജുകളും കോടതി ഡിസ്മിസ് ചെയ്യുന്നു എന്ന് വിധി പറഞ്ഞ സിറിയക് ജോസഫ് എന്ന് പറയുന്ന ജഡ്ജി. ആ ജഡ്ജി ലോകായുക്തയായി. അപ്പൊ അന്ന് ഈ വിധി പറഞ്ഞതിന് ലോകായുക്തക്ക് സിറിയക് ജോസഫിന് അന്നത്തെ ഹൈക്കോടതി ജഡ്ജിക്ക് പാരിതോഷികം കൊടുത്തു ലീഗ്. എന്താണ് പാരിതോഷികം കൊടുത്തത്? സിറിയക് ജോസഫിന്റെ അനുജൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ഡോക്ടർ സിറിയക് തോമസ് എന്ന് പറയുന്ന MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പേരായിരുന്നു. സിറിയക് തോമസിന്റെ പേര് വെട്ടി സിറിയക് ജോസഫ് ജഡ്ജ്
സിറിയക് ജോസഫിന്റെ അനുജൻ ജെയിംസ് ജോസഫിന്റെ ഭാര്യ ജാൻസി ജെയിംസിനെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കി. എന്നാണ് വൈസ് ചാൻസലറാക്കിയത്? എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കെതിരായിട്ട് ഒരു കേസിന് പോകാൻ ഈ ജഡ്ജി എന്താ തയ്യാറാവാത്തത്?